നായകൻ രജനീകാന്ത്. പക്ഷേ നായകനെ നേരിട്ടൊന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് ജയലളിത അഭിപ്രായപ്പെട്ടു. അങ്ങനെ രജനീകാന്ത് ജയലളിതയുടെ വീട്ടിലെത്തി. പക്ഷേ ഈ കൂടിക്കാഴ്ച രജനീകാന്തിന് അത്ര ശുഭകരമായിരുന്നില്ല. ജയലളിതയ്ക്ക് രജനീകാന്തിനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നതിന് പല കാരണങ്ങളും പല പല കഥകളായി പിന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. രജനീകാന്തിന്റെ കറുപ്പ് നിറമായിരുന്നു പ്രശ്നമെന്ന് നിറവാദികൾ വാദിച്ചു. പക്ഷെ മറ്റൊരു കഥയാണ് കൂടുതൽ രസകരം. രജനീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രജനി നോക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ജയലളിത കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നു. ഒട്ടും വൈകാതെ രജനിയും കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. മാത്രമല്ല ഒരു പടി കൂടി കടന്നൊരു സിഗരറ്റും കത്തിച്ചു. എന്തായാലും കാര്യമേത് കഥയേതെന്ന് അറിയില്ല. ജയലളിതയ്ക്ക് നായകനെ ഇഷ്ടപ്പെട്ടേയില്ല, റിജക്റ്റ് ചെയ്തു. അന്ന് ചോക്ലേറ്റ് പരിവേഷമുള്ള ശരത് ബാബു ഈ നദിയെ തേടി വന്ന കടൽ എന്ന സിനിമയിൽ ജയലളിതയുടെ നായകനായി. പടം 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. കാരണം എന്തായാലും ജയലളിതയുടെ പ്രവൃത്തി രജനീകാന്തിനെ മുറിവേൽപ്പിച്ചു. ഇതിനോടകം മറ്റൊരു പ്രശ്നത്തിൽ MGRും രജനീകാന്തും തമ്മിൽ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. MGRന്റെ രാഷ്ട്രീയ പിന്തുണയും ജയലളിതയുടെ രാഷ്ട്രീയ പ്രവേശവും രജനീകാന്തിന്റെ മനസ്സിന് മുറിവേൽക്കലും ഒക്കെ കൂടി ഒരു ചെറിയ കാലയളവിലാണ് സംഭവിച്ചത്. അരസിയൽ എന്ന സുമ്മാവാ, അല്ല അരസിയൽ എന്നത് പെരിയ കാര്യം എന്ന് രജനീകാന്തിന് ഈ സമയത്ത് മനസ്സിലായി. ചില ചില്ലറ ഉരസലൊക്കെ പിന്നീട് ഈ ജയലളിതയുമായി ഉണ്ടായെങ്കിലും കാലക്രമത്തിൽ ഇരുവരും അതൊക്കെ മറന്നു.